38-ൽ നിന്ന് 32,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ഉയർത്തിയ പെരിന്തൽമണ്ണക്കാർക്ക് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് സർ. ഇവിടെ ഇന്നത്തെ അടിയന്തര പ്രമേയം വളരെ കോമഡിയാണ് സർ. യഥാർത്ഥത്തിൽ സ്ഥലം മാറ്റത്തെ കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എത്ര പേരെയാണ് പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയത് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു സർ. നിങ്ങൾ പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയവരെ എല്ലാം മുൻവാതിലിലൂടെ ഞങ്ങൾ കൈകൊടുത്ത് തിരിച്ചയക്കും എന്നതാണ് ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. 10 വർഷം നിങ്ങൾ തകരാറിലാക്കിയ സിസ്റ്റത്തെ മുഴുവനും നേരെയാക്കാനാണ് സർ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് നൽകിയത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം സർ. UDF അധികാരത്തിൽ വന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളാണ് സർ. നിങ്ങൾ അവരുടെ സാന്നിധ്യം കണ്ടോ? നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിലും നിയമസഭാ മന്ദിരത്തിലും മന്ത്രിമാരുടെ ഓഫീസുകളിൽ സർ അവർ വരട്ടെ സർ. ഈ കൊടിവെച്ച കാറും മന്ത്രി ഓഫീസും മന്ത്രി മന്ദിരങ്ങളും എല്ലാം അവരുടേതാണ് സർ. ഇത് തെളിയാൻ പോകുന്ന ഒരു കാലത്തെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. മുമ്പ് മഹാത്മജി പറഞ്ഞ ഒരു കഥയുണ്ട്. സബർമതി ആശ്രമത്തിലേക്ക് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൻ വന്ന് ഒരുപാട് നേരം ഗാന്ധിജിയെ കാത്തിരിക്കുകയാണ്. സമയത്തൊന്നും ഗാന്ധിജി പുറത്തേക്ക് വരുന്നില്ല. ആ സമയത്ത് ഗാന്ധിജി അകത്ത് വളരെ പാവപ്പെട്ടവരായ ഗ്രാമീണരായ ആളുകൾ അതിർത്തിയിലുണ്ടായ പശു അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ പ്രശ്നം ചർച്ച ചെയ്യായിരുന്നു സർ. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഗാന്ധിജി വരാതെയായപ്പോ മൗണ്ട് ബാറ്റൻ കുറച്ച് വിഷമൊക്കെ അറിയിച്ച് അവിടുത്തെ ഒരു ദൂതനോട് പറഞ്ഞയച്ചു. പക്ഷെ ഗാന്ധിജി വന്നില്ല സർ. ഗാന്ധിജി കുറെ കഴിഞ്ഞ് തിരിച്ചു വന്ന് മൗണ്ട് ബാറ്റൻ വളരെ രോഷാകുലനായി ഗാന്ധിജിയോട് ചോദിച്ചു, ഡു യു നോട്ട് ദെൻ റിമെമ്പർ മീ? ഐ ആം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ സമയത്ത് ഗാന്ധിജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇന്ത്യ നിങ്ങളുടേതായിരിക്കാം, പക്ഷേ ഈ രാജ്യം ഇവരുടേതാണ് സർ, ഈ ജനങ്ങളുടേതാണ് സർ. കേരളം എന്ന് തെളിയിച്ച നാളുകളാണ് കടന്നുപോയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ അവരുടെ ഈ അവകാശങ്ങളെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-കാരെ, നിങ്ങൾ മറന്നുപോയത് ആ ജനങ്ങളെയാണ്. അധികാരത്തിന്റെ പളവളപ്പിൽ നിങ്ങൾ കാണാതെ പോയത് ആ മനുഷ്യരെയാണ്. ഈ കഴിഞ്ഞ 10 വർഷം ഈച്ച പറക്കാത്ത സെക്രട്ടേറിയറ്റ് ആയിരുന്നു സർ. ഈ കാലങ്ങളൊക്കെ മന്ത്രിമാരുടെ ഓഫീസുകൾ കാലിയായിരുന്നു സർ. അവിടെ ജനങ്ങളിലായിരുന്നു. ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആയിരുന്നു സർ അവിടെ ഉണ്ടായിരുന്നത്. മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. നിങ്ങൾ ബാരിക്കേഡ് കെട്ടിയത് ജനങ്ങൾക്ക് മുമ്പിലാണ്. ഞങ്ങളിതാ ആ ബാരിക്കേഡുകൾ പൊളിച്ചിരിക്കുന്നു സർ. ജനങ്ങൾ കയറട്ടെ സർ. ഇപ്പൊ നമ്മുടെ ക്യാൻറ്റീനിൽ പോലും വലിയ തിരക്കാണ്. മനുഷ്യന്മാര് കയറിയാണ്. അവരുടെ നിയമസഭ അവര് കാണട്ടെ സർ. നിങ്ങൾ മറന്നവരെ ഓർത്തുകൊണ്ടാണ് സർ ഞങ്ങൾ ഭരണം തുടങ്ങിയത്. നിങ്ങൾ മറന്ന ആശാ വർക്കർമാരെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന അംഗൻവാടി വർക്കർമാരെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന പ്രായമുള്ളവരെ ഞങ്ങൾ ഓർത്തു. അവർക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ ഞങ്ങൾ ഉണ്ടാക്കി സർ. നിങ്ങൾ മറന്ന സ്ത്രീകളെ ഞങ്ങൾ ഓർത്തു. നിങ്ങൾ മറന്ന യുവാക്കളെയും കുട്ടികളെയും ഞങ്ങൾ ഓർത്തു. നിങ്ങൾ 10 കൊല്ലം തറയിൽ കിടത്തിയ രോഗികളെ ഇതാ ഈ ഇരിക്കുന്ന ആരോഗ്യമന്ത്രി ഓർത്തു. അദ്ദേഹം ബെഡിലേക്ക് കടത്താൻ പോവാണ്. എല്ലാവരെയും ഞങ്ങൾ ഓർത്തു. നിങ്ങൾ ആരെയും കണ്ടില്ല സർ. നിങ്ങൾ ആരെയും കണ്ടില്ല. എന്തൊരു സൗന്ദര്യമാണ് സർ ഈ നയപ്രഖ്യാപനത്തിന്. ഇപ്പോ പ്രിയപ്പെട്ട ശ്രീ റിയാസ്, എന്റെ സുഹൃത്ത്, ഇവിടെ പറയണ്ടായി വർഗീയതക്കെതിരായി വലിയ വായിൽ സംസാരിക്കേണ്ടായി. ഞാൻ പ്രിയപ്പെട്ട റിയാസിനോട് ഒറ്റക്കാര്യമായി പറയുന്നുള്ളൂ, നിങ്ങൾ അത് KK രാഗേഷിന് ഒന്ന് ക്ലാസ് എടുത്തു കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ സർ. അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഈ രാജ്യത്ത് നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ ഡെമോഗ്രഫി എങ്ങനെയാണ് മാറുന്നത്. നമ്മൾ പ്രായമുള്ളവരാവുകയാണ് സർ. ഈ നാട്ടില് നിങ്ങൾ ഒരിക്കലും ജനങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു കാലത്തും നിങ്ങളുടെ പ്രയോറിറ്റി ജനങ്ങളായിരുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് നിങ്ങൾ നേരിടുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ വാക്ക് ഗവർണർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന നയപ്രഖ്യാപനം എന്താണ്? ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് സർ. ഈ കേരളം ഒരു നോളജ് ഇക്കോണമിയിലേക്ക് പോകണമെന്ന്, സാധാരണ മനുഷ്യരുടെ കൈകളിലേക്ക് പണം എത്തണമെന്ന്, ഗ്രാമങ്ങളിലെ സ്ത്രീകൾ ശക്തരാകണമെന്ന്, നമ്മുടെ നാട്ടിലെ ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെന്ന്, നമ്മുടെ നാട്ടിലെ വികസന പരിപ്രേക്ഷ്യത്തെ മാറ്റി എഴുതണമെന്ന് ഒരു ദിശനാശാലിയായിട്ടുള്ള ഒരു ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ആലോചിക്കുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാര്യപ്രാപ്തിയുള്ള മന്ത്രിമാരുടെ ഒരു സംഘം ഞങ്ങളുടെ കൂടെ ഉണ്ട് സർ.
ഇത് നാട് മാറുന്ന കാഴ്ച തീർച്ചയായും നിങ്ങളെ കാത്തിരിക്കുകയാണ് സർ. നിങ്ങൾ നോക്കൂ, എഐക്ക് മാത്രമായി കേരളത്തിൽ ഒരു വകുപ്പുണ്ടാകുന്നു സർ. നമ്മളുടെ കേരളം മാറുന്ന പുതിയ കാഴ്ച ഈ ഏറ്റവും പുതിയ കാലത്തെ അഡ്രസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. കേരളത്തിലെ യുവാക്കളുടെ HR കുറിച്ച്, ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു സർ. ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കുറേ MLA മാർ ഇന്ന് ഈ സഭയിലില്ല സർ. അവര് ജനങ്ങൾ എങ്ങോട്ടാണ് അയച്ചത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കണം സർ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? നീതിമാനായ ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, സഖാവ് G. സുധാകരൻ. അദ്ദേഹത്തെ കുറിച്ച് എന്റെ മുൻഗാമികളൊക്കെ പറഞ്ഞത് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് അത്ര നീതിയോടെ പ്രവർത്തിച്ച ആളാണെന്നാണ്. സഖാവ് G. സുധാകരനെ തോൽപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു, പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഈച്ചയെ വെടിവെക്കാൻ തോക്കെടുക്കണോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. പയ്യന്നൂരിൽ പാർട്ടിയുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായ പയ്യന്നൂരിൽ അവിടെ ശ്രീ കുഞ്ഞികൃഷ്ണനെ ജനങ്ങൾ തെരഞ്ഞെടുത്തു സർ. നിങ്ങൾ നിസ്സാരനാക്കി കണ്ട ഗോവിന്ദൻ മാസ്റ്ററെ തളിപ്പറമ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തു സർ. നിങ്ങൾ കള്ളവോട്ട് ചെയ്യാൻ ഏൽപ്പിച്ചവർ പോലും ഞങ്ങൾക്ക് കുത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് സർ. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് നിങ്ങൾ തോറ്റതെന്ന്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് UDF ജയിച്ചതെന്ന്. ഞങ്ങൾ ശവത്തെ കുത്തുന്നില്ല സർ. നിങ്ങൾ ഇത്ര മെലിഞ്ഞു പോകുന്നു ഞങ്ങളും വിചാരിച്ചിട്ടില്ല. സത്യത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നേരത്തെ VT ബൽറാം ഇവിടെ പറഞ്ഞ പോലെ മനുഷ്യരുടെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം സർ. മനുഷ്യരുടെ പ്രയോറിറ്റി നിങ്ങൾ തിരിച്ചറിയണം സർ. അവരെ കേൾക്കാനുള്ള ചെവിയും കണ്ണും നിങ്ങൾക്ക് ഉണ്ടാവണം സർ. അവസാനത്തെ മനുഷ്യന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ഒരു ഗദ്ഗതം, പിടച്ചിൽ, കണ്ണീർ, സങ്കടം അത് കേൾക്കുന്നവരെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് നിങ്ങൾ അവരെ മറന്നുപോയിരിക്കുന്നു അരുൺകുമാറെ. എല്ലാം ചുട്ടു ചാമ്പലാക്കുന്ന വിധത്തിലേക്ക് ഈ നാട് മാറി. ഈ നിങ്ങൾ തോറ്റമ്പീരിക്കുകയാണ്. അതെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സ് വേണം. നിങ്ങൾ തോറ്റിടത്ത് നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഈ സർക്കാരിന്റെ നയം ടു ദ ലാസ്റ്റ് ആയിരിക്കും. അവസാനത്തെ മനുഷ്യനെ, ഏറ്റവും പിറകിൽ നിൽക്കുന്ന മനുഷ്യന്റെ ക്ഷേമം, അവന്റെ ജീവിതം, അവന്റെ വീട്, അവന്റെ ചികിത്സ, അവന്റെ കുട്ടികളുടെ പഠനം, അവന്റെ മക്കളുടെ ജോലി, അവരുടെ ജീവിതം ഉയർത്താനുള്ള നടപടി, ഇതായിരിക്കും ഈ സർക്കാരിന്റെ മുൻഗണന.